ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ഒരു രീതിയിൽ ഞാനൊരു വലിയ സംഭവം അല്ലേ. എനിക്ക് ആ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. ഇപ്പോ എന്റെ ലൈഫ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അവന്, ഞാൻ സബ്സ്ക്രൈബറാ. അപ്പൊ 299 രൂപ മാസം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ നേക്കഡ് വയർ ബോഡി കാണാം. രാത്രി ഈ ബോഡി കാണിച്ചാൽ കിട്ടുമോ? എല്ലാരും ചീത്തക്ക് വിളിച്ചത് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. വിജയ് ആയെങ്കിൽ എന്തുകൊണ്ട് ധ്യാൻ ചെന്നായിക്കൂടാ? ഒരുപാട് ചിലപ്പോ അങ്ങനെയാണ് നീ സാരി എടുത്തോ. അതിന്റെ പേരിൽ എന്നെ ഇന്നലെ രാത്രി വിജയ് ഫാനായ എന്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള സുഹൃത്താണ് മരണത്തെറി. ഞാൻ പറഞ്ഞ മണ്ട. സത്യം പറഞ്ഞ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധമൊന്നും പുള്ളിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കാവലന്റെ ഷൂട്ട് നടക്കുമ്പോ ഞാൻ പാടിയത് ഇന്ത്യയുടെ വാനമ്പാടിയുടെ കൂടെയാണ്, അല്ലാതെ ഈ 3 വാനമ്പാടിയുടെ കൂടെ അല്ല. ഒരു സിനിമയിൽ പാടാൻ അവസരം തന്ന ഷാനവാസ് അതും വെട്ടിയത് ചേട്ടനാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ നമ്മുടെ ഒരു പാട്ടിന് ആൾക്കാർ ടോർച്ചൊക്കെ അടിക്കുക എന്ന് പറയുന്നത്. ആ ചിരിച്ച 3 അവന്മാരുണ്ടെങ്കിൽ അവന്മാർ വരെ അടിച്ചു. കളിയാക്കാൻ നമ്മള് വേണം, ആൾക്കാരെ ചിരിപ്പിക്കാൻ നമ്മളെ യൂസ് ചെയ്യുന്നു. ഇവർക്കൊക്കെ നമ്മളെ ആവശ്യമുണ്ട് വേറെ രീതിയിൽ. എന്റെ ആ കരിയർ അവസാനിപ്പിച്ചു. പക്ഷെ ഞാൻ പൂർവാധിക ശക്തിയോടുകൂടി ഇതിനുള്ള മറുപടി എന്താവണം. ഓഹോഹോ നരൻ ഏത് പൊട്ടം പാടിയാലും ഓക്കെ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇക്കൊക്കെ വേണമെങ്കിൽ പാടിയാലും അത് ഓക്കെ. ലോകത്തിൽ ഒരു നടൻ ഇത്രയും കൂടുതൽ സ്റ്റേജ് ഇവന്റ്സ് അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു നടൻ പുള്ളിയായിരിക്കും. കലറിന് എപ്പോഴെങ്കിലും ഒന്ന് മാറുമ്പോ ചിലപ്പോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് വരാം. അപ്പൊ അതാണ് ഉദ്ദേശം. 4 സ്ത്രീകളുടെ കഥ എഴുതി എന്തെങ്കിലും അനുഭവം ഉണ്ടാവും. സ്ത്രീകളുമായിട്ട് ജീവിതം ബന്ധമുണ്ടായിരുന്നു. 4 സ്ത്രീകളെ അങ്ങനല്ല, 4 സ്ത്രീകളെ അല്ല, അങ്ങനെ 1 2 3 4. അയ്യോ എന്നെ കൊടുമ സാർ ഇത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ബേസിക്കലി ഉള്ള പ്രശ്നം, നമ്മൾ ഇവിടെ ഇടുന്ന വസ്ത്രം ഇതിങ്ങനെ ഇടാൻ പാടുള്ളൂ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഇവിടുത്തെ കുറെ സെറ്റ് ഓഫ് ആൾക്കാരുടെ കുറെ ധാരണകളാണ്. ഡ്രസ് അനുസരിച്ച് മോശമാണെന്ന് പറയാൻ പാടില്ല. പിന്നെന്താ ഞാൻ കുഴപ്പം. പല 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 പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് ഇറങ്ങി പോകുന്നതല്ലല്ലോ അതിന്റെ സൊല്യൂഷൻ. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 3 അതിഥികളാണുള്ളത്. 3 പേർക്കും സ്വാഗതം. നീ ചിരിക്കണത് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പഴുത്തിരിക്കണോ? അല്ല, ഡാർക്ക് സർക്കിൾസ് കാണാതിരിക്കാൻ ഞാനിരിക്കണോണ്ട് ഇനിയിപ്പോ ഞാൻ ചോദിച്ചില്ല, ധ്യാനം ചോദിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ. ഭയങ്കര വൃത്തിയായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഇരുന്ന? അപ്പൊ അത് നല്ല കേട്ടോ. താങ്ക് യു. ധ്യാനേ എന്നോട് ഇഷ്ടം കുറെ ഇപ്പൊ സിനിമയുടെ ഇന്റർവ്യൂ ആയിട്ട് നമ്മള് അല്ലേ? എന്താ സിനിമ കുറവാണോ ഇപ്പൊ? കുറച്ച്. എന്താ? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഴുത്തും ഇതൊക്കെ ആയതുകൊണ്ട് ഈ വർഷം കുറച്ചതാ. എല്ലാം അറിയാലോ. സിനിമയിൽ ഇന്റർവ്യൂ ഒന്നും ഇല്ലാത്ത നമുക്ക് ഈ സിനിമയിലേക്ക് തന്നെ പോവാം അല്ലേ? ഈ സിനിമയെ ബന്ധപ്പെട്ട് വിവാഹ എന്ന് പറയുമ്പോൾ എന്താണെന്നൊരു ഉള്ളടക്കം എനിക്ക് മനസ്സിലാകുന്നില്ല. 2 അക്ഷരത്തിൽ നിൽക്കുകയാണ്. എന്താണ് അതിന്റെ ഉള്ളടക്കം? ഉള്ളടക്കം ഇത് എഴുതിയത് അവൻ തന്നെയാണ്. അതെയോ? അഭിഷേകാണ് എഴുതിയ റൈറ്റർ. അവനാണ് നായകൻ. അങ്ങനൊന്നുമില്ല, ഇതിനകത്ത് 4 പേരുണ്ട്. 4 പേരുണ്ട്. 4 നായികന്മാരും 4 നായികമാരും. നിന്റെ നായിക ആരായിരുന്നു? എന്റെ നായിക അടുത്ത ഇന്റർവ്യൂല് വരും. ഇപ്പൊ ധ്യാന്റെ നായികയാണ്. അങ്ങനെയുണ്ടോ? കുറച്ച് അതൊക്കെ പറയുമോ? കഥ പറയുന്നു. കുറച്ച് അപ്പുറം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ട്. അത് എങ്ങനെയാണല്ലോ സിനിമ കണ്ട് തീരുമാനിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ? എന്താണ് ഇതിന്റെ ഉള്ളടക്കം? ഇത് ശരിക്കും പറഞ്ഞാൽ 4 സ്ത്രീകളുടെ കഥയാണ്. അപ്പൊ 4 സ്ത്രീകൾ 4 ടൈപ്പ് ഓഫ് ഫീലിങ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ധ്യാൻ ശ്രീനിവാസൻ മൂവിയോ എന്റെ മൂവിയോ അങ്ങനെയല്ല. ഇതൊരു 4 സ്ത്രീകളുടെ കഥ. അടിച്ചു കോള് അങ്ങനെ തന്നെയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇത് 4 സ്ത്രീകളെ ബേസ് ചെയ്താണ് മൊത്തം. നമ്മളെല്ലാവരും അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. അതിനകത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കഴിക്കണമെന്നില്ല. ജീവിതത്തിലുണ്ടായ അനുഭവം എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയം. ചെറുതായിട്ടൊക്കെ കാണും അവിടെ ഇവിടെയൊക്കെ. 4 സ്ത്രീകളുടെ കഥ എഴുതി എന്തെങ്കിലും അനുഭവം ഉണ്ടാവുമല്ലോ. സ്ത്രീകളുമായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു. അതാണ് കറക്റ്റ് അല്ലേ? ആ 4 സ്ത്രീകളുടെ കഥ, അവരുടെ വിവാഹ ജീവിതം എങ്ങനെ ഇവനെങ്ങനെ കൊളമാക്കി എന്നുള്ളതാണോ, അല്ല ഇവന് കിട്ടാതെ വന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്? അതൊക്കെ ഉണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കാറില്ല ഞാൻ. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയിട്ടുണ്ട്. അല്ല, പ്രേമിച്ചിട്ടുണ്ടെന്ന് പ്രേമിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ചിട്ട്
പ്രേമിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചുള്ള 4 സ്ത്രീകളെയും നേടിയിട്ടുണ്ട്. അങ്ങനെയല്ല, പ്രണയിച്ചിട്ടുണ്ട് 4 സ്ത്രീകളെ അല്ല, ഓരോരുത്തരായിട്ട്. അങ്ങനെ 1 2 3 4 അയ്യോ, ഇത് പോയി, കയ്യിൽ പോയി. രാജേട്ടാ രക്ഷിക്ക്. അതിൽ ഒരാളെ സ്വന്തമാക്കി. അങ്ങനെയാണോ? അല്ല, പിന്നെ 5ാമത്തെ ആളെ സ്വന്തമാക്കി. 4 കിട്ടിയില്ല. 4 കിട്ടിയില്ല. ആ 4 പേരുടെ ആ സ്ത്രീകളുടെ കഥയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു കഥ എഴുതാനുള്ള ഒരു, ഞാൻ നേരത്തെ വെച്ചല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹമാണ്. വിവാഹം എടുത്ത് വിളിക്കളഞ്ഞു. അത് തന്നെ 4 സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്ന് ഏറ്റവും വലിയ തെളിവ്. വിവാഹം എന്ന് എഴുതിയില്ല നീ. കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അനുഭവം തന്നെയാണ്. വിവാഹം വരെ പോയിട്ട് പോയെന്നാണോ? അവിടെ വരെ പോയിട്ട് നടന്നില്ല 4 സ്ത്രീകളും. അയ്യോ, 4 സ്ത്രീകള് വീട്. 4 സ്ത്രീകളോ? 4 കുടുംബം, 4 പേര്. അങ്ങനെയാണല്ലോ, ഒരു വീട്ടിൽ 4 പേരെ പ്രണയിക്കാൻ പറ്റുമോ? ഞാൻ പോയി, നീ തോക്കില്ല എന്ന് പറഞ്ഞേ? അങ്ങനത്തെ അല്ല, ഈ 4 സ്ത്രീകളുടെ ഒരു ജീവിതം പശ്ചാത്തലത്തിൽ കാണിക്കുന്ന കഥ എന്ന് പറയുമ്പോൾ ഒരു എന്തായാലും ഒരു സ്വപ്നമായിരിക്കും ഒരു സിനിമ എന്നുള്ളത്, അല്ലേ? എത്ര നാളത്തെ ഒരു കാത്തിരിപ്പായിരുന്നു? എത്ര നാളെന്ന് വെച്ചാല്, ഞാൻ 2019 ശരിക്കും സിനിമ എന്ന സ്വപ്നമായിട്ട് ഇറങ്ങിയത്. കൊച്ചിയിൽ വണ്ടി കയറി വന്നു, നാട്ടുമ്പുറം ചെങ്ങന്നൂരിൽ നിന്ന് നാട്ടുമ്പുറത്ത് നിന്ന് കയറി വന്നു. ഒരു കണക്ഷനും ഇല്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. ഒരു 22 പടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ 1-2 സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തു. മഡ്ഡി എന്ന് പറഞ്ഞ സിനിമയിൽ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെയാണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടുന്നത്. അതിൽ നിന്ന് ഇറങ്ങി ഒരു മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പടം ചെയ്തു, ഇത് ചെയ്തു. ഇത്രയും ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം ഒരു 6-7 വർഷം എടുത്തു. ഈ 6-7 വർഷത്തെ സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസർ കേട്ടിയപ്പോൾ എന്ത് പറഞ്ഞു? പ്രൊഡ്യൂസറിന് ഭയങ്കര ഇഷ്ടം. സാറ് എനിക്ക് ഇതൊന്ന് റിജക്ട് ചെയ്യാൻ വേണ്ടി കേട്ടതായിരുന്നു, പക്ഷെ റിജക്ട് ചെയ്തില്ല. പുള്ളിക്കും അനുഭവം ഉണ്ടോ ഇങ്ങനെ 4 സ്ത്രീകളുമായിട്ട്? അത് പ്രൊഡ്യൂസർ വരുമ്പോൾ നമുക്ക് ചോദിക്കണം, എനിക്ക് ചോദിക്കണമെന്നുണ്ട്. റിജക്ട് ചെയ്യായിരുന്ന ആള് ഈ കഥ കേട്ട് പുള്ളി ഞാൻ ചെയ്യാൻ പോവാണ്, പുള്ളിയുടെ അനുഭവം ഉണ്ടോ 4 സ്ത്രീകളുമായിട്ട്? അത് നമുക്ക് അറിയത്തില്ലല്ലോ, പ്രൊഡ്യൂസർ എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അത് ഇന്ന് എവിടെയെങ്കിലും പറയിപ്പിക്കും ഞാൻ, അത് പറയിപ്പിക്കും. ഈ 4 ജീവിതമാണ്, 4 കപ്പിളിന്റെ അല്ലെ കഥയാണ്. അപ്പൊ ഈ 4 പേർക്കും 4 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. അതും ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന 4 ഫ്ലാറ്റിലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. ഇവര് തമ്മിൽ ബന്ധങ്ങളുണ്ട്, പരിചയമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ 4 പേർക്കും 4 രീതിയിലുള്ള ബന്ധങ്ങളാണോ? 4 രീതിയിലുള്ള പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങൾ. ഓക്കെ, അത് എങ്ങനെ എന്തൊക്കെ രീതിയിൽ, അത് മോഡേൺ ഡേ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊന്നും ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ച് കുട്ടിയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് അതെ, ഇത് ചെറുപ്പക്കാരല്ലേ എല്ലാവരും. പക്ഷെ എന്നാലും പറയണ പോലെ അല്ലേ. എന്നാലും ധ്യാൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് എന്റെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പ്രശ്നം ഭീകര പ്രശ്നമാണ്. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ഒരു രീതിയിലും എടുത്തു പറയണം. ഞാനും ഇത് എന്താന്ന് ഒരു രീതിയിലും തൃപ്തിപ്പെടാൻ പെടുത്താത്ത. കാരണം ജോലി ഭയങ്കര, ചില ആൾക്കാർ വളരെയധികം എന്താ പറയണ്ടേ, ജോലി ചെയ്ത് ജോലിയിൽ മാത്രം ഫോക്കസ്ഡായി ഇന്ന് വീട്ടിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാതെ ഭാര്യ സന്തുഷ്ടയല്ല എൻ്റെ കൂടെ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. ഇവനാണ് അതിനകത്ത്, അഭിഷേകിന്റെ ആണ് കറക്റ്റ്, എല്ലാം ഓക്കെയാണ്, എല്ലാം തൃപ്തിപ്പെടുത്തുന്ന ആളാണ്. ഞാൻ എഴുതിയ ഞാനെങ്കിലും അങ്ങനെ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികം. ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായിരുന്നു, അവൻ ചെയ്തു. അതിൽ വ്യത്യാസമുണ്ട്. ആ വീട്ടിലേക്ക് കയറുന്ന ഒരാളാണ്, ഈ തൃപ്തിപ്പെടാത്ത വീടുകളിലേക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടി കയറുന്ന ഒരാളാണ്. ഇനി നീ അത് മാറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സിനിമ കാണുമ്പോൾ ഇത് മറ്റേ വിദേശ യാത്രകളിലുള്ള കഥകളുണ്ട്. ഞാൻ കഥ കേട്ട് സിനിമ ചെയ്യണത് എന്തിനാന്ന് ചോദിക്കേണ്ടത്. ഞാൻ എല്ലാ സിനിമയും ചെയ്യുന്നതാണ്. പക്ഷെ ഇതിലേക്കൊരു പ്രിയം ഉണ്ടാവുള്ളൂ ഈ സബ്ജക്ട് കേട്ടപ്പോൾ. അത് എവിടെയാണ് ആ എലമെന്റ് ഉണ്ടായത്? അതാ പറഞ്ഞ ഒന്ന് 4 കഥകൾ എന്ന് പറയുമ്പോൾ എനിക്ക് 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എവിടേക്കോ നമുക്ക്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ഞാനൊക്കെ അച്ഛനെ കാണുന്നത് ശരിക്കും കാണുന്നത് ഒരു 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിലേക്കൊക്കെ മാറി താമസിച്ചതിന് ശേഷമാണ് അച്ഛനെ നമ്മൾ അടുത്തൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതൊക്കെ. കാരണം പരിചയപ്പെട്ട് തുടങ്ങുന്നതൊക്കെ ആ സമയത്താണ്. കാരണം അച്ഛൻ അത്രയും തിരക്കായിരുന്നു. ആ സമയത്ത് വളരെയധികം ബിസി ആയിരുന്ന ആക്ടറായിരുന്നു, റൈറ്ററായിരുന്നു. അപ്പോൾ ഇവരൊന്നും കാണാനുള്ള പോലും ഒരു ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുമിച്ച് ജീവിച്ച സമയമൊക്കെ വളരെ, എനിക്കൊന്ന് അവസാന കാലമൊക്കെയാണ് നമ്മൾ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും
മാരിറ്റൽ ലൈഫിൽ ഇവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് ആ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ വരുമ്പോൾ എനിക്ക് ഇവരോട് സമയം ചെലവഴിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അതിനുള്ള പരാതികളുണ്ട്, പരിഭവം വീട്ടിലുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ വീടുകളിലുണ്ടാവുമല്ലോ. അത്തരത്തിൽ എനിക്ക് എവിടേക്കോ എന്താ പറയണ്ടേ, നയനയുടെ പ്രശ്നങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പരാതികളും പരിഭവങ്ങളൊക്കെ എനിക്ക് കാര്യം പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എൻ്റെ കഥ എനിക്ക് ഓക്കെ ആയിരുന്നു. വീട്ടിലനുഭവം തന്നെ ഒരു പരിധി വരെ വീട്ടിലനുഭവങ്ങളും, അല്ലെങ്കിൽ ഇവിടെയായിരുന്നു കൂടുതൽ, വീട്ടിലായിരുന്നു കൂടുതൽ. വീട്ടിലാണ് കൂടുതൽ. കാരണം അവര് തിരുവനന്തപുരത്തും ഞാൻ എറണാകുളത്തുമാണ് താമസിക്കുന്നത്. അപ്പോൾ കാണുന്നത് തന്നെ വല്ലപ്പോഴും ചുരുക്കം സമയങ്ങളിലാണ്. ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സമയം വളരെ കുറവാണ്. പരാതികളാണ് പല ദിവസങ്ങളിലും. രാത്രികളിൽ ഈ പരാതി കേട്ടാണ്, ഈ പരിഭവം ഇതൊക്കെ കേട്ടാണ് നമ്മൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുമ്പോഴും പരാതികളാണ്. അപ്പം അത് കാലം നമ്മൾ അവരോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു എന്താ പറയണ്ട, ഒരു പറയാതെ പറയുന്ന ഒരു മെസ്സേജും കൂടെ ഉണ്ട്. ഒരു മെസ്സേജും കൂടെ ഈ സിനിമയിൽ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെ 4 പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഫീലിങ്സും ആ ഒരു പ്രശ്നങ്ങളും മിക്കവാറുള്ള പെൺപിള്ളേർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർക്ക് എൻ്റെ ലൈഫിൽ ഇത് നടന്നിട്ടുണ്ട്, ഇതിൻ്റെ വേറൊരു പതിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ മിക്കവാറുള്ള പെൺകുട്ടികൾക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്ന് എൻ്റെ ലൈഫാണല്ലോ എന്നുള്ള തോന്നലോ. ആനയുടെ ലൈഫാണോ ഇത്? ഞാൻ മാരീഡ് അല്ല. അല്ല, ഈ നമുക്കുള്ള പ്രശ്നങ്ങൾ മാരേജിൽ വേറെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഒരു പ്രശ്നമില്ല. റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമല്ലോ. തുറന്നു പറയാം. അല്ല, ഇതിലെല്ലാരും മാരീഡ് ആണല്ലോ. അപ്പൊ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മാരേജ് വരുന്നത്. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ കല്യാണത്തിന് മുന്നേ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ എത്രയോ റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആയിട്ടുള്ള. ഇല്ല എന്റെ വേറെ പ്രശ്നമായിരുന്നു. ഈ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ല. ഏത് പ്രശ്നം? ജീവിതത്തിലെ പ്രശ്നം അല്ല, വിവയുടെ പ്രശ്നങ്ങളായിട്ട് ജീവിതത്തിലെ ഒരു പ്രശ്നമില്ല. ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഈ ധ്യാനുമായിട്ട് അഭിനയിക്കുമ്പോൾ ഇല്ല, ധ്യാൻ ചേട്ടൻ ഭയങ്കര സ്വീറ്റസ്റ്റ് കോ ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വർക്ക് ചെയ്ത് കൂടുതൽ ഉണ്ടായിരുന്ന പ്രശ്നം പെട്ടെന്ന് പോയി. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അയ്യോ അല്ല, ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കി. അതായത് ഞങ്ങളുടെ കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ബെഡ്റൂം. അപ്പൊ അതിലൊക്കെ ധ്യാൻ ചേട്ടൻ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി, നമ്മളെ അടിപൊളിയാക്കിയിട്ട് ധ്യാൻ ചേട്ടൻ വർക്ക് ചെയ്യുള്ളൂ. ഈ ജീവിതത്തിൽ ഈ സിനിമയിലെ ഭർത്താവാണ് ധ്യാൻ. ഈ ധ്യാനിനെ പോലെ ഒരു ഭർത്താവിനെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ. ഈ ക്യാരക്ടർ ആട്ടാൻ പറഞ്ഞു. ആക്ച്വലി പടം ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്ക് രാകേഷ് ചേട്ടനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അത്രയും നല്ലവരാണോ ഇതിനകത്ത്? രാകേഷ് ചേട്ടൻ അല്ല, ഞാൻ പറയുന്നത് നമ്മളാ പ്രശ്നങ്ങളെ അവരുടെ പരാതികളെയും ഇതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതിന്റെ ഒടുക്കം ഞാൻ വരുത്തുന്നുണ്ട്. അത് തിരിച്ചറിയുകയും അത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അന്ന് തന്നെ ഷൂട്ടിങ്ങിൽ നിന്ന് പോയി ദുബായിക്ക് വിട്ടു കഥയില്. അത്തരത്തിൽ മാറ്റങ്ങൾ നിങ്ങളൊക്കെ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കും. എന്റെ അല്ല, ഇത്രയും വർഷമായിട്ടും നമ്മളെ വല്ലപ്പോഴും ചോദിക്കണം, നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ അവര് നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുകയാണ് ഇവർ ഭയങ്കര ഹാപ്പി ആണെന്ന്, അല്ലെങ്കിൽ ഇവർ വളരെ ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ എന്തെങ്കിലും അവരോട് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പലരും പറയാത്ത പല കാര്യങ്ങളുണ്ട്. വീട്ടിൽ പോയി ചോദിക്കണം വല്ലപ്പോഴും. ഞാൻ ചോദിച്ചു എന്റെ വൈഫിന്റെ അടുത്താണ്. എന്റെ വൈഫിന്റെ പേര് റെജി. ഇത് ഒന്ന് വീട്ടില് ഞാൻ വന്നതിന് ശേഷം സംസാരിച്ച് ഞാൻ ഫോൺ വിളിച്ച് തരും, ഒന്ന് സംസാരിക്കണം. അപ്പൊ ആ പ്രശ്നങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. തീർച്ചയായും. ഇത് പേടിച്ചിട്ട് ചിലപ്പോ ഹൈദരാബാദ് ചേട്ടൻ ഈ ഇന്റർവ്യൂ പുറത്തിറക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഈ ഇപ്പൊ ധ്യാന്റെ കഥാപാത്രം പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിലും പല ആളുകളെ കണ്ടു. ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളൊരു ക്യാരക്ടറായി മാറും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ഭാര്യ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് സിനിമയ്ക്ക് ഒരു വലിയ വിജയം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്വയം നമ്മൾ തന്നെയായി മാറും. ഈ കഥയും ഈ സിനിമയെ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? ഫ്രണ്ട്സ് ഉണ്ടാവും, വിവാഹം ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടാവും. അവരാരെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ട്? നമ്മളുടെ സൊസൈറ്റിയിൽ കാണുന്ന കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ നമ്മൾ ഫുൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇപ്പം ധ്യാൻ ചേട്ടൻ്റെ ചെയ്ത ക്യാരക്ടർ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്. അങ്ങനെ എത്ര ഭർത്താക്കന്മാർ സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് നിനക്ക് വേണ്ടി എടുത്ത സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് ബാക്കിയുള്ള 2 കപ്പിളിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തില്ല. ഒന്ന് അനീഷ്
ധ്രുവൻ ചെയ്ത ഒരു ധ്രുവനും അനീഷും ശ്രുതിയും വേറെ ഒരു കപ്പിളാണ്. പിന്നെ ധ്രുവനും അർച്ചനയും. അവരുടെ പ്രശ്നങ്ങൾ എന്താന്ന് ആക്ച്വലി എനിക്ക് പിടിയിട്ടിട്ടില്ല. അല്ലെങ്കിൽ അവിടെയും കയറിയാന്. എനിക്ക് തോന്നുന്നു അനീഷിന്റെ കേസിൽ കുറച്ച് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്ന അതൊരു വലിയ പ്രശ്നമാണല്ലോ. വൈഫിന് ഒട്ടും ഫ്രീഡം കൊടുക്കാതെ വീട്ടിൽ തന്നെ 4 മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരുപാട് ഹസ്ബൻഡ്സ് ഉണ്ട്. അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് അനീഷേട്ടൻ ചെയ്തിരിക്കുന്ന അമർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ധ്രുവ് ചെയ്തിരിക്കുന്നത് ധ്രുവ് നല്ലൊരു ക്യാരക്ടറാണ്. ധ്രുവിന്റെ വൈഫിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ വീട്ടുകാർ നിർബന്ധപ്രകാരം അവൾക്ക് ആൺകുട്ടികളോട് അങ്ങനെ ഒരു പേടി, ആ ഒരു കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു ഇതുണ്ട് കൺസെപ്റ്റ് ഉള്ള ആളാണ്. അവളെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഇവനോട് കല്യാണം കഴിക്കുന്നതും താല്പര്യമില്ലാതെ ആ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അവളുടെ ജീവിതം. ഫുൾ കഥ കൂടുതലൊന്നും ഞാൻ ഇത്രയൊന്നും പറയുന്ന ചിന്തിച്ചില്ല അല്ലേ? നീയല്ലോ തുടക്കം ഇട്ടത് കുറിച്ച് പറഞ്ഞില്ല. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നു കൊടുത്തില്ല. അവന്റെ കഥയിൽ കഴമ്പുണ്ട്, തീർച്ചയായിട്ടും കഴമ്പുണ്ടെന്നുള്ളവരെ എനിക്ക് വിശ്വാസമാവുന്നു. പക്ഷെ ഈ സിനിമ കണ്ടതിന് ശേഷം ജീവിതങ്ങൾ എനിക്ക് ധ്യാന്റെ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞത് ഇത്രയും നല്ലൊരു മനുഷ്യൻ ജീവിതത്തിൽ. അല്ല, സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെ അവര് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് വലിയ കാര്യം. അത് ഭയങ്കരമായിട്ട് ധ്യാനുമായിട്ട് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ടൈം. ഫസ്റ്റ്. അപ്പൊ ധ്യാനെ കുറിച്ച് മൊത്തം പഠിച്ചിട്ടാണ് അവിടെ ചെന്നത് ലൊക്കേഷൻ. എനിക്ക് അറിയായിരുന്നു നേരത്തെ അല്ല, അഭിനയിക്കുമ്പോ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വന്നു കഴിഞ്ഞപ്പോ പിന്നെ അടിപൊളി. ധ്യാൻ ചേട്ടൻ ഒരു ഓപ്പൺ ബുക്കാന്നാ പറയുന്നത്. അല്ല, ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂലുള്ള ധ്യാൻ ചേട്ടനെ അല്ല ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയുള്ള ഡയലോഗ് കൊടുത്തിട്ട് ഓക്കെ ഞാൻ അടിപൊളി. രാജുവേട്ടൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ധ്യാൻ സത്യം ഞാനത് പറയുകയും ചെയ്തു അന്ന്. പൃഥ്വിരാജ് കഴിഞ്ഞ കാര്യം ധ്യാൻ ചേട്ടൻ ഷോട്ട് കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്നിട്ട് ബൈക്കിന്റെയും കാറിന്റെയും കഥകൾ പറയും, കൃഷിയുടെ കഥകൾ പറയും. ഇതൊക്കെ ഷോട്ട് റെഡി, ഓക്കെ പോയി അഭിനയിക്കും, തിരിച്ചു വരും. പിന്നെ ബാക്കി ഇങ്ങനെ നോക്കി ഓക്കെ ഞാൻ ഓക്കെ. ഡബ് ചെയ്യുമ്പോ പോകാറുണ്ടായിരുന്നു. ഡബ് ചെയ്തപ്പോഴും അടിപൊളിയായിട്ട് ചെയ്തു. ഒറ്റയടിക്ക് പറഞ്ഞു ഡബ് ചെയ്യാൻ പോകുമ്പോ കാണുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് അത് നോക്കിയിട്ടില്ല. അതും പെട്ടെന്ന് തീർന്നു. ഒരാൾ എന്നെ പറ്റി നല്ലത് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തിയില്ലായ്മ ഉണ്ടോ? ഇല്ല, എനിക്ക് ധ്യാനെ കുറിച്ച് നല്ല പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. അത് ഉള്ളത് പറയല്ലോ ധ്യാന. അത് എനിക്ക് ഭയങ്കര ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇത് കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ, മനസ്സിലല്ലോ. നമ്മുടെ ഇഷ്ടമുള്ള ഒരാളല്ലേ. ഇത്രയും കഥകള് ഒറ്റയടിക്ക് അഭിനയിച്ച് തീർക്കുന്ന, ഇത്രയും പേജുകൾ പറഞ്ഞിട്ട് പോണ എത്രയും സിനിമകളായി ധ്യാനിപ്പോ. അത് കുറച്ചധികമായി സമയമായി. അത് സ്വയം തോന്നി തുടങ്ങിയോ? അല്ല, അതുകൊണ്ട് നിർത്തുകയാണല്ലോ. അഭിനയം നിർത്തല്ലോ കേട്ടോ. അല്ല, അങ്ങനെയല്ല, ഒരു കുറച്ചല്ലോ കമ്പാരിറ്റീവ്ലി. കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ വർഷത്തിനുള്ള എത്ര സിനിമ പൂജ കഴിഞ്ഞോളൂ കേട്ടോ. നാളെ ഒരെണ്ണത്തിന് പൂജയില്ല. അല്ല, ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒരു സൗഹൃദ വലയങ്ങൾ ഉണ്ടാകുന്ന സിനിമകളാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നോ പറയാൻ പറ്റാത്ത സിനിമകളാണ് പലതും. ഇന്നലെ ഉണ്ടായ സിനിമ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ശിഷ്യന്മാരുടെ സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കാലങ്ങളായിട്ട് ചർച്ചയിലുണ്ടായിരുന്ന സിനിമ ഇന്നലത്തെ സിനിമ നമ്മൾ പൂജ നടന്നു. അതിപ്പോൾ തുടങ്ങാൻ പോകുന്നു. ഇനിയിപ്പം ധ്യാനൊരു സ്വപ്നങ്ങളുണ്ടാവും, പല സ്വപ്നങ്ങളും ഒരു ആളുകൾക്ക്. ധ്യാൻ ഇനി സിനിമയിൽ ഒരു സ്വപ്നം എന്താണ്? സിനിമയിൽ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ ഈ വർഷം അച്ഛൻ്റെ പേരിലൊരു പ്രൊഡക്ഷൻ കമ്പനി കഴിഞ്ഞ വർഷമേ തുടങ്ങി. അതിൻ്റെ പേരിൽ കുറച്ചധികം സിനിമകൾ നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഇങ്ങനെ ആയി വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും അടുത്ത തലത്തിലോട്ട് പോയിട്ടില്ല. എന്ന് വെച്ചാൽ എഴുത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പനി ഒന്ന് അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് തള്ളി ഇപ്പം December 20 അച്ഛൻ്റെ 1 ഇയറിന് റിമംബറൻസിന്റെ ദിവസം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. 2 ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ. അതെ, ബർത്ത്ഡേ ഇല്ല. അല്ല, അത് ഞാൻ പറയാതോ, അന്ന് അങ്ങനെയാണല്ലോ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ആ ദിവസത്തേക്ക് ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ് അതിനപ്പുറത്തേക്ക് അത് തന്നെ, അതൊന്ന് നന്നായി കൊണ്ടുപോകണം എന്നുള്ള ഒരു വലിയൊരു സ്വപ്നവും ആഗ്രഹമാണ്. ഈ സിനിമയുടെ നമ്മുടെ ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഡയറക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ഡയറക്ടർമാരുടെ ധ്യാനം അഭിനയിച്ചിട്ടുണ്ട്. ഇതും ഒരു വേറൊരു ഡയറക്ടറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡയറക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ? ഇതിനകത്ത് ബ്ലസൻ നമ്മൾ ഒരു രീതിയിലും
ആ ഏരിയയിലോട്ടെ ബ്ലസ്സൻ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുകയോ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതിരിക്കാത്തടത്തോളം ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉല്ലാസ് എന്ന് പറഞ്ഞ ചീഫ് ഉണ്ടായിരുന്നു. ഉല്ലാസിന്റെ കൂടെ എനിക്ക് കുറച്ച് കാലത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഉല്ലാസുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പം ഉല്ലാസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു പുതിയ സംവിധായകരെ സപ്പോർട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ എന്താ പറയുക സപ്പോർട്ട് സിസ്റ്റം നന്നായിരിക്കണം എന്നുള്ളത്. കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എല്ലാം അറിയണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഇവർ ഈ ഡയറക്ഷൻ ടീം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മൊത്തത്തിൽ ആ ടീം ആസ് എ ടീം ആസ് എ ഹോൾ അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ ആ ഡയറക്ഷൻ ടീം മുഴുവൻ അവർ വളരെയധികം ആക്റ്റീവായിരുന്നു. അവർ നമ്മളെ ആക്ടേഴ്സിനെയൊക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആക്കി നിർത്തിക്കൊണ്ടാണ് അവർ ഫുൾ എക്സിക്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്ലസ്സൻ എനിക്ക് തോന്നുന്നത് ബ്ലസ്സൻ അത് ആസ്വദിക്കുകയായിരുന്നു. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ പ്രോസസ്സിനെ ആ സംവിധായകൻ, കാരണം ഒരു വീടിനകത്ത് തന്നെ കുറേ ദിവസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും കുറേ ദിവസം കഴിയുമ്പോൾ മടുക്കും. ഇവരൊക്കെ ഒരു ഫ്ലാറ്റിനകത്താണ്. ഒരിക്കലും ബിഗ് ബോസിന്റെ ഉള്ളിൽ അതുകൊണ്ട് പക്ഷേ അവിടെ പൊടിയും ഇതും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ അസുഖം വന്നു തുടങ്ങി, എല്ലാവരും വയ്യാതായി തുടങ്ങി. അപ്പൊ ആ സമയത്തൊക്കെ ഇവരെയൊക്കെ കോർത്തനൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു ഇതാണല്ലോ. സ്വാഭാവികമായിട്ടും ആ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ബ്ലസ്സൻ ആസ്വദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിലാണ് കാര്യം. ഈ ധ്യാൻ ബിഗ് ബോസിൽ പോയി എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാ. പക്ഷേ ഫുൾ കോമഡി ആയിരിക്കും അവിടെ. ഈ നമ്മൾ കാണാറുണ്ടല്ലോ എല്ലാം തമ്മിലടി ആയിരിക്കും. ധ്യാൻ ചേട്ടൻ പോയ ഫുൾ കോമഡി ഷോ ആയി മാറിയത്. അതല്ലെങ്കിലേ കോമഡി ഷോ നല്ല ഷോ നമുക്ക് പറയാം, കോമഡി ഷോ തന്നെയാണ്. ധ്യാൻ വിളിച്ചാൽ പോവോ? ബിഗ് ബോസ് വിളിച്ചാൽ പോവോ? ഇല്ല, എനിക്ക് മാറി നിൽക്കാനുള്ള അത്രയും ദിവസം മാറിയെന്ന് കഴിഞ്ഞാൽ മലയാള സിനിമ അതല്ല ശരിക്കുള്ള സ്വഭാവം വലിയ പോയിന്റ് ആട്ടോ. മലയാള സിനിമയില് നമ്മളില്ലാതെ പക്ഷെ എങ്കിലും അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. അല്ല, സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. സൊസൈറ്റിക്ക് അകത്തുള്ള അതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് പോലെയൊക്കെ കാണേണ്ട പണ്ടത്തെ ഒരു ബിഗ് ബ്രദർ അല്ലേ, അങ്ങനെ ഷോ തുടങ്ങി. അപ്പൊ പല സ്വഭാവത്തിലുള്ള ആൾക്കാർ ഇവൻ റെപ്രസെന്റ് ചെയ്ത് പോയത് എന്തിനെതിരായിരുന്നു? ടോക്സിക് മാസ്കുലിനിറ്റി. അതിനുള്ള തെറി അവന് ആവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അതിനുള്ള തെറി അവൻ കിട്ടെങ്കിലും അവൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അവൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്, അതായിരുന്നു കണ്ടന്റ് അതിനകത്ത്. സ്വാഭാവികമായിട്ടും അത്തരം സൊസൈറ്റിയിലുള്ള പലതരത്തിലുള്ള സ്വഭാവക്കാരെയും കൊണ്ട് വെച്ച് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ബിഗ് ബോസ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു സ്വഭാവമോ ഒരു ക്യാരക്ടറോ ഒന്നും എനിക്കില്ല. ഇതിന് റെപ്രസെന്റേഷൻ ഒന്നുമില്ല ഞാൻ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഞാൻ പോയതുകൊണ്ട് അവിടെ വലിയൊരു മാറ്റമോ ഒരു കണ്ടന്റോ ഒന്നും ഉണ്ടാകുമല്ലോ. നമ്മൾ പോയിട്ട് സമാധാനപരമായി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അടിയുണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരാളായി മാറും ചിലപ്പോൾ. അപ്പൊ അതല്ല അവിടെ വേണ്ട കോണ്ടന്റ് എന്ന് പറയുന്നത്. അവിടെ വേണ്ടത് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളാണ് പുറമേ നിന്നുകൊണ്ട്. കാരണം പുതിയ ക്യാരക്ടർ സ്റ്റഡിയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമുണ്ട്. മലയാളികൾ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയല്ല ഞാൻ. ഓരോരാൾക്കും യുണീക്കായിട്ടുള്ള ഇത്രയും യുണീക്കായിട്ടുള്ള മനുഷ്യന്മാരെ നമുക്ക് വേറെ ലോകത്ത് കാണാൻ പറ്റില്ല. ജനറലൈസ് ചെയ്യാൻ പറ്റും പലരെയും. പക്ഷെ ഓരോ മലയാളിയും ഓരോരാളും കംപ്ലീറ്റ്ലി വേറെ നമുക്കിങ്ങനെ വേർതിരിച്ച് എടുക്കാം. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒരു വലിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളത് കാണുന്നത്. വിളിച്ചാൽ ഞാൻ പോയത് കൊണ്ട് കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പോവില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും ഇല്ല, അതുകൊണ്ട് എന്നെ അല്ലാതെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ടും പലപ്പോഴായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉള്ളതുകൊണ്ട് പോവും. എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ബിഗ് ബോസ് ആയി ലാലേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് മാറുമ്പോൾ ചിലപ്പോൾ ബിഗ് ബോസ് ആയിട്ട് ഹോസ്റ്റ് ചെയ്ത് വരും. അതാണ് ഉദ്ദേശം. അപ്പൊ ഹോട്ട്സ്റ്റാർ ഏഷ്യാനെറ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചോ. ലാലേട്ടൻ കഴിഞ്ഞ നെക്സ്റ്റ് ആളിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്തെങ്കിലും ലാലേട്ടൻ മടുക്കുമല്ലോ, മടുക്കുമല്ലോ. ലാലേട്ടൻ മടുത്തു. നിങ്ങളെ കൊണ്ട് പ്രോഗ്രാമിന് പോയപ്പോ ലാലേട്ടൻ കുറച്ച് മടുത്തു. ലാലേട്ടൻ മാക്സിമം നിങ്ങള് ചോര ഊറ്റി കുടിക്കുന്ന പറയാനുണ്ട്. ഒരിക്കലുമല്ല. പുള്ളി ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റേജ് ഇവന്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിയാണ് ലോകത്തിൽ ഒരു നടൻ ഇത്രയും കൂടുതൽ സ്റ്റേജ് ഇവന്റ്സ് അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു നടൻ പുള്ളിയായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ഒരു എനർജിയിലാണ് നമ്മളൊക്കെ ആ പരിപാടിയിൽ. നമ്മുടെ എനർജി എന്ന് പറയുന്നത് പുള്ളിയുടെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി വളരെയധികം
ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ലാലേട്ടനായിട്ട് ഒന്നും കൂടെ ഒന്ന് വീണ്ടും അടുത്തു ഈ ഒരു ഷോയില്. അടുപ്പമുണ്ട്, ഒന്നും കൂടെ അടുപ്പമുണ്ട് സ്വാഭാവികമായിട്ടും. എന്ന് വെച്ചാൽ അടുപ്പമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്കിറ്റൊക്കെ എഴുതിയത് ഞാനാണ് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മൾ ചർച്ചയിലൂടെയും അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഭയങ്കര നല്ല ടീമായിരുന്നു ആസ് എ ഹോൾ. ഷാജോൻ ചേട്ടനായിക്കോട്ടെ, ഷൈൻ, റംസാൻ, സാനിയ, ശ്വാസിക, അങ്ങനെ വിധു, അഞ്ജു, അങ്ങനെ ഒരുപാട് പേരുള്ള ഭയങ്കര സെറ്റ് ടീമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം അവരവരെന്തൊക്കെ ചെയ്യണം കൃത്യമായിട്ട്. ചിത്ര ചേച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോ ഭയങ്കര വലിയ സക്സസ് ആയിരുന്നു എല്ലാം കൊണ്ടും. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ആ പരിപാടി. ചിത്ര ചേച്ചിയുടെ ഒപ്പം എത്ര പാട്ട് പാടി? ഒരു പാട്ടേ പാടിയുള്ളൂ. എത്ര സ്റ്റേജിൽ? 3 സ്റ്റേജിൽ പാടി. 3ാമത്തേലായപ്പോഴേക്കും ചേച്ചിക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചേച്ചീനെ പോലെ ഒരാള് നമ്മുടെ കൂടെ പാടാൻ പെർമിഷൻ തരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പാട്ടുകാരനല്ല. രണ്ടാമത്തെ കാര്യം, ആ പാട്ട് എനിക്ക് തോന്നുന്നു കലാശക്കൊട്ടിന് തൊട്ട് മുന്നെയാണ് ഈ പാട്ട് ഏറ്റവും അവസാനത്തേക്കാണ്. ലാലേട്ടൻ ചിത്ര ചേച്ചിയായിട്ട് പാടി സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ഈ പാട്ട്. അത് കഴിഞ്ഞ് ഞാൻ പരിപാടി കഴിയുക ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് വീണു പോയാലും പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായും ചേച്ചിയുടെ കൂടെ നമുക്ക് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതിന് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളും ടെൻഷൻ അടിക്കാതെ ഇരുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും ചേച്ചിയുടെ കൂടെ ഒരു കാരണം ഞാൻ കാരണം കുളമായി പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഒപ്പിച്ചെടുത്തു. എനിക്ക് ഇതുപോലെ ഇപ്പം ഞാൻ പാട്ടുകാരനല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വിനീതും മറ്റേ ഷാൻ റഹ്മാനും ഇവരെല്ലാവരും കൂടി പിന്നെ ആരായിരുന്നു ബേസിലുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോന്ന് അറിയാമില്ല. ഇതിനെ പാട്ട് പഠിപ്പിക്കാൻ വീട്ടിൽ ഏൽപ്പിച്ചൊരു കഥ പറഞ്ഞു. അത് വല്ലാത്തൊരു കഥയായിരുന്നു. പാട്ട് പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്നു. അപ്പം നീ പാട്ട് പഠിക്കുന്നു അല്ലെ? ആ സമയത്ത് പാട്ട് പഠിക്കാൻ പോയപ്പോൾ നിനക്ക് പാട്ട് പഠിക്കാനല്ല, ഇവർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എനിക്ക് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. നീ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ വന്ന് വിനീതിന്റെ അടുത്ത് പറഞ്ഞു മോനെ ധ്യാൻകുട്ടിന് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒച്ചപ്പാടും ബഹളമാണെന്ന് പറഞ്ഞു. നടന്ന സംഭവമാണ്. നീ തള്ളുന്നവളെ വിനീത് തള്ളിയാണോ നടന്ന സംഭവം. അതെങ്കിലും സത്യം പറഞ്ഞു. ഒന്നും ഞാൻ പാട്ട് പഠിച്ചിരുന്നു അതിലും മനസ്സിലായി. അത് മനസ്സിലായി. അതിന്റെ ഒരു ആക്ഷനും കാണിച്ചു ഷാൻ്റെ. അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു പാട്ട് പറഞ്ഞു. ഞാൻ റീലൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതിനെക്കുറിച്ച്. പിന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോഴും എനിക്ക് അതിനോടുള്ള താല്പര്യം എവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ കാരണം എന്നെ വളർത്തിയില്ല എന്നെ. കാരണം ഒരു വീട്ടിൽ നിന്ന് 2 പാട്ടുകാർ വേണ്ടെന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ നിരന്തരം എന്നെ ചേട്ടൻ നിരുത്സാഹപ്പെടുത്തുകയും എൻ്റെ ആ കരിയർ അവസാനിപ്പിച്ചു. പക്ഷെ ഞാൻ പൂർവാധിക ശക്തിയോടുകൂടി ഇതിനുള്ള മറുപടി എന്നോണം ചിത്ര ചേച്ചിയോടൊപ്പം സ്റ്റേജില് അവരൊരു സ്റ്റേജിലേ പാടിയിട്ടുള്ളൂ ഇന്നേ വരെ. അത് ചേച്ചിനോട് ചേച്ചിനോട് ചോദിക്കുന്നത് വേണ്ടത്ര ശരിയായില്ല ചേച്ചി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ചേച്ചി അതിനെ ചിരിച്ച് തള്ളുക ചെയ്തത്. പക്ഷെ അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായത് ചേച്ചി അത് വിചാരിച്ച പോലെ അത് ശരിയായിട്ടില്ല. അവര് പാടിയത് അല്ലേ? അത് കാണണമായിരുന്നു. ആൾക്കാരൊക്കെ ടോർച്ച് ലൈറ്റൊക്കെ എടുത്ത് കളിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ നമ്മുടെ ഒരു പാട്ടിന് ആൾക്കാർ ടോർച്ചൊക്കെ അടിക്കുക എന്ന് പറയുന്നത്. എനിക്കൊരു വേറിട്ട ഒന്നെന്താന്ന് വെച്ചാൽ ആരാണ് അടിച്ചു. ആ ചിരിച്ച 3 അവന്മാരുണ്ടെങ്കിൽ അവന്മാര് വരെ അടിച്ചു. പിന്നെ ഇവര് എന്നെ കളിയാക്കി തിരിച്ചവരല്ലേ, അവര് വരെ അടിച്ചു ടോർച്ച്. കാരണം അങ്ങനെയായിരുന്നു. അങ്ങനെ അതിന്റെ ഒരു ബേസിൽ പറഞ്ഞേ ഇവനെ പാട്ടുകാരനാക്കിയില്ല, എന്നാ വിനീത് ധോണി ആയോ? അതും ആയില്ല. പക്ഷേ അവരെ പടത്തില് എന്റെ ഒരു റെഫറൻസ് ഉണ്ട്. ഞാൻ പടം കണ്ടില്ല. ആ റെഫറൻസിനാണ് ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയത്. കാര്യത്തിന് വേണ്ടി വരുമ്പോ നമ്മളത് ആവശ്യമുണ്ടല്ലോ. എന്നിട്ടാണ് അടുത്ത് ബേസിൽ പറയാ എനിക്കിനകത്ത് ബന്ധമില്ല ബേസിൽ കൈ ഒപ്പി കളിയാക്കാൻ നമ്മള് വേണം, ആൾക്കാരെ ചിരിപ്പിക്കാൻ നമ്മളെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവർക്കൊക്കെ നമ്മളെ ആവശ്യമുണ്ട് വേറെ രീതിയിൽ. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരെ ചിരിപ്പിക്കാനൊക്കെ നമ്മളെ ഉപയോഗിക്കണം. നമ്മളെ വേണം. ചിരിക്കട്ടെ, ചിരിച്ചോണ്ടിരിക്കട്ടെ. പക്ഷെ ഒരു സിനിമയിൽ പാടാൻ അവസരം തന്ന ഷാൻ, അതും വെട്ടിയത് ചേട്ടനാണ്. ചേട്ടനല്ല, ഷാൻ തന്നെ വെട്ടിയത്. അല്ല അങ്ങനെയല്ല പറഞ്ഞു. ഷാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഷാൻ പറഞ്ഞ വെച്ചാൽ വിനീത് പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞു എന്നോട് ഷാൻ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല അത് സംഭവം എന്ന് വെച്ചാൽ ഞാനത് ഒരു തവണ പാടി.
പാടിയതിനു ശേഷം അതിനൊക്കെയുള്ള പ്രതികാരം ഞാൻ ചെയ്തല്ലോ. ഇനി അതിനുള്ള മറുപടിയൊക്കെ എന്റെ ഈ പാട്ടുകളിലൂടെ ഞാൻ അല്ലെങ്കിൽ അനുഭവം പറയണേ. എന്റെ ഇന്റർവ്യൂവിൽ ഇപ്പോഴും കമന്റ് ഉണ്ട്, ഒരു ദിവസം ഞാൻ വരും ഇതിന് മറുപടി ആയിട്ട്, നിങ്ങൾ ഓർത്തിരുന്നോന്നാ പറയണം. മറുപടി ഒന്നുമില്ല, ഇവർക്കൊന്നും മറുപടി കൊടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞ സമയമില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഞാൻ പാടിയത് ഇന്ത്യയുടെ വാനമ്പാടിയുടെ കൂടെയാണ്, അല്ലാതെ ഈ 3 വാനമ്പാടിയുടെ കൂടെ അല്ല. അല്ല അന്ന് ആ സിനിമയ്ക്ക് പാടിയിട്ട് അത് കളയാൻ കാരണം എന്നാ? ഏതാ? ഒരു സിനിമയ്ക്ക് പാടിച്ചായിരുന്നല്ലോ ധ്യാനം കൊണ്ട്. അതെ അത് ഞാൻ പാടിയപ്പോ എന്നോട് കൊള്ളാന്ന് പറഞ്ഞു. കൊള്ളാന്ന് പറഞ്ഞതിന് ശേഷം ഓൾറെഡി ഷാൻ അത് പാടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രാക്ക് കേട്ടിട്ടാണ് ഞാനത് പാടുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് വലിയ മെച്ചമില്ലായിരുന്നു. പക്ഷെ ഞാൻ പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്തു, ഇത് നല്ലതെന്ന്. പക്ഷെ ഷാന്റെ ഇടപെടൽ കാരണം ഏട്ടൻ അത് മാറ്റി. ബിക്കോസ് ഷാനിന്റെ ഫസ്റ്റ് പാട്ട് അതായിരുന്നു. ഷാനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടി വരുന്നത് ആ പാട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കരിയർ നിലനിർത്തണമല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ധ്യാനം വെട്ടി, എന്നെ വെട്ടി. ചേട്ടനല്ല വെട്ടിയത്. ചേട്ടൻ അങ്ങോട്ട് അറിവോട് കൂടിയായിരിക്കും. അല്ല, അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് അവരെവിടെ നിൽക്കണം, നമ്മളെവിടെ അതാണ്. ലാലേട്ടന്റെ കൂടെ പാട്ട് പറഞ്ഞു, ചിത്ര ചേച്ചിയുടെ പാട്ട് പറഞ്ഞു, എല്ലാരും ടോർച്ച് അടിക്കണം. അതാണ് എനിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു പല പടത്തിൽ എന്നെ പാടാൻ വിളിക്കുന്നു, സ്റ്റേജ് ഷോന് വിളിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരെക്കാളൊക്കെ ഇപ്പൊ സ്റ്റേജ് ഷോന്റെ എണ്ണം കൂടിയിട്ടുണ്ട് എനിക്ക്. മറ്റേ വിനീതനായിരുന്നു, പോയി വീണു, വീഴ്ത്തി, നമ്മള് പിടിച്ചു അല്ലെ. എന്റെ ഇത് വിനീത് കേക്കണ്ട. വിനീതാണ് കേട്ടോ ആദ്യം കൊണ്ട് സ്റ്റേജിൽ പാടി ദുബായില് ഗസ്റ്റ് ആയിട്ട്. അല്ലല്ല, അതിനു മുന്നേ ഞാൻ പാടി തെളിഞ്ഞതിന് ശേഷമാണ് ഇത്. അതിനിടയിൽ ഞാൻ അത് കമന്റ് വായിച്ചെന്ന് വെച്ചാ, ഇവൻ പാടി ഇവൻ പാട്ട് പഠിച്ചു. പാടി പാട്ട് പഠിച്ചു. കാരണം നമ്മൾ പാടി സ്റ്റേജിൽ തെറ്റി അറിയില്ലല്ലോ. ഇത് അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഇത് പാടി ശരിയാവുക എന്ന് പറഞ്ഞ പോലെ. അത് പിന്നെ എല്ലാ സ്ഥലത്തും ശരിയാവണമെന്നും നിർബന്ധം ഇല്ലാത്തൊരു പാട്ടുമാണ്. പിന്നെ ഈ പാട്ടിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനെപ്പറ്റി പറയുമ്പോഴും ആ പാട്ടിൻ്റെ ഒരു കമ്പോസിഷൻ വെച്ചുകഴിഞ്ഞാൽ അതിന് ദീപക് ഏട്ടനെ പലപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് പോവാതെ എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ദീപക് ദേവിൻ്റെ ഏറ്റവും മികച്ച കമ്പോസിഷനാണ് നരനിലെ ആ പാട്ട്. കാരണം അത് ചിത്ര ചേച്ചി അവിടെ പാടി നിർത്തുന്ന സ്ഥലത്ത് ഓഹോഹോ നരൻ ഏത് പൊട്ടം പാടിയാലും ഓക്കെ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇക്കൊക്കെ വേണമെങ്കിൽ പാടിയാലും അത് ഓക്കെ ആയിരിക്കും. ഞാൻ പാടുമല്ലോ ഒരു പാട്ട്. അല്ല എന്റെ സൗണ്ട് ഞാൻ ചുമച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ, എത്ര വർഷം സൗണ്ട് കൊണ്ട് പോയിരിക്കുക. അപ്പൊ ഏത് പൊട്ടനും അത് ആക്ച്വലി ഒന്ന് ശ്രമിച്ചാൽ പാടാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നിയ ഒരു പാട്ട്. എന്റെ ഉദാഹരണം വെക്കണ്ട, വേറെ വെച്ചോ. എനിക്കിവിടെ ടോർച്ച് കളിച്ചാ ഇപ്പൊ ഞാൻ പാടും. ഞാൻ ടോർച്ച് കളിച്ചാൽ മാത്രമേ പാട്ട് വരുള്ളൂ. ഞാൻ വേണമെങ്കിൽ മാറി നിന്നിട്ട് ടോർച്ച് അടിച്ചു. ഇപ്പോഴല്ല, നമ്മുടെ അജു പറഞ്ഞല്ലേ, എന്നെ പൈത്തെന്ന് പറഞ്ഞ അജു പറഞ്ഞു നൻപനക്ക് പൈത്യം, പൈത്യം വേറെ പറഞ്ഞായിരുന്നു. എന്നെ മன்னிച്ചിടുന്നു വിജയുടെ അടുത്താ പറഞ്ഞോട്ടോ. അത് എന്തിനാണ് പറഞ്ഞത് എനിക്കറിയില്ല. പുള്ളി അപ്പൊ തമിഴിൽ കുറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇടക്കിടക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ട്രാവൽ ബാനോ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ. അതുകൊണ്ട് പുള്ളി അഡ്വാൻസ് പറഞ്ഞാണ് പുള്ളി. ഞാൻ സത്യം പറഞ്ഞ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധമൊന്നും പുള്ളിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വിജയായിട്ട് അതെന്താ ബന്ധം ഉണ്ടായിക്കൂടെ, അതൊക്കെ വഴി അറിയും. അതെയോ? വിജയായിട്ട് എത്ര നിമിഷം ഇങ്ങനെയൊക്കെ പറയുമ്പോ വിജയ് അറിയുമല്ലോ. ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. അത് ഇങ്ങനെയൊക്കെ പറയുമ്പോ അറിയുമല്ലോ. വിജയ് വരുന്നുണ്ടല്ലോ, കേരളത്തിൽ വരുന്നുണ്ടല്ലോ. അറിഞ്ഞു വിജയ് വരുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂ കണ്ട് വിജയ് ഒന്ന് അല്ലെ ഇങ്ങനെയൊക്കെ അറിയട്ടെ. പക്ഷെ അജുവിന് ബന്ധമുണ്ട് വിജയായിട്ട്. എങ്ങനെ ബന്ധം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇന്നലെ ഈ ഇന്റർവ്യൂ കണ്ട ബന്ധം വല്ലതും ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. അല്ലല്ല, അജു അവിടെ ചെന്നൈ പോയപ്പോ പുള്ളിയെ കണ്ട കാര്യമൊക്കെ പറഞ്ഞോട്ടോ. അജു വിജയനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് വിജയനെ. എവിടെ വെച്ച്? സിനിമ തിയേറ്ററില് അല്ല, ഞാൻ SSC 70ാമത്തെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്, വിജയുടെ അച്ഛൻ 70ാമത്തെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ 70ാമത്തെ സിനിമ ബൈലിംഗ്വലായിട്ട് ചെയ്യാനിരുന്ന 3 ഭാഷയിൽ 4 ഭാഷയിലായിട്ട്. അന്ന് അച്ഛനും ഞാനും
ചേട്ടനും അഭിനയിക്കുന്ന സിനിമയായിരുന്നു അത്. അതിൽ വിജയ് ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അന്ന് ആ പ്രൊജക്റ്റ് ഏകദേശം കഥയൊക്കെ കേട്ട് ഏകദേശം അച്ഛൻ പറഞ്ഞിട്ട് SAC എന്ന് പറയുന്നത് വിജയുടെ അച്ഛൻ. വിജയുടെ അച്ഛൻ 70-ാമത്തെ, എനിക്കൊന്ന് കുറേ വർഷം മുന്നെയാണ്, 10, 12, 13 തിരയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അതിൽ അച്ഛനും ഞാനും ചേട്ടനും അഭിനയിക്കുന്ന സിനിമയായിരുന്നു SACയുടെ മലയാളത്തിലല്ല 3 ഭാഷയിലായിട്ട് 3-4 ഭാഷയിലായിട്ട് വിവിധതരം ആർട്ടിസ്റ്റ് അവിടെ വേറെ ആൾക്കാരെ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെ സിനിമ വരെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ അന്ന് നടക്കാതെ പോയി. അല്ലാണ്ട് എത്രയോ അപ്പോഴും വിജയ കണ്ടിട്ടില്ല, പ്ലാനിങ് അല്ലേ ഉള്ളൂ. ഞാൻ കാവലന്റെ ഷൂട്ട് നടക്കുമ്പോൾ എത്രയോ ഷൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ പടങ്ങളുടെ, ഒക്കെ ഉണ്ട്. ഞാൻ കോളേജിൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ പാസ് ഔട്ടായി നിൽക്കുമ്പോഴാണ്, എൻ്റെ കോളേജിലായിരുന്നു മറ്റേ ബോഡി ഗാർഡിന്റെ തമിഴ് പടം ഷൂട്ട് നടക്കും. ആ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെയും കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പരിപാടികൾക്കും. ഇനി ഒന്നും കൂടെ കൺസേൺ നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കണം. ഉറപ്പുണ്ട്. എങ്ങനെ ഉറപ്പിക്കണമെന്നല്ല, ഉറപ്പുണ്ട്. പക്ഷെ ധ്യാനല്ലാതെ ഇങ്ങനെ പറയാൻ ജീവിതത്തിൽ മലയാള സിനിമയിൽ ഒരാൾക്കും കഴിയില്ല. അത് ഞാൻ എന്ത് മോശമായിട്ട് നല്ലത് പറഞ്ഞ കാര്യം പറഞ്ഞോളൂ. നല്ലത് മാത്രമേ പറയുള്ളൂ ധ്യാൻ എപ്പോഴും. ചില ആൾക്കൊക്കെ കൊള്ളുമെന്ന് മാത്രമേ. അതൊരു നമ്മൾ എന്തിനും നർമ്മമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അതിലൊരു സർക്കാസം ചെറിയ രീതിയിൽ അത്രേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ ഞാൻ ഇന്നലെ എന്നെ നമ്മളൊക്കെ വിജയ് ഫാൻസ് ആണ്. അപ്പൊ ഞാൻ അജു പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു. ചാരിറ്റി ചെയ്തിട്ട് വിജയ് ചാരിറ്റി, അജു എന്നോട് പറഞ്ഞു വിജയ് ചെയ്ത പോലെ ചാരിറ്റി ചെയ്യണം, കണ്ണിപ്പൊടി ഇടണം. അത് ഞങ്ങൾ കണ്ണിപ്പൊടി ഇടേണ്ട കാര്യമാണ് പറഞ്ഞത്, വിജയ് കണ്ണിപ്പൊടി ഇടേണ്ട കാര്യമല്ല. അതിന്റെ പേരിൽ എന്നെ ഇന്നലെ രാത്രി വിജയ് ഫാനായ എൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള സുഹൃത്താടാ മരണത്തെറി. ഞാൻ പറഞ്ഞ മണ്ട, ഞങ്ങൾ ചാരിറ്റി ചെയ്ത് കണ്ണിപ്പൊടി ഇടുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിജയ് കണ്ണിപ്പൊടി ഇട്ടു എന്നല്ല, പുള്ളി അത് വളരെ ആത്മാർത്ഥമായി ചെയ്തായിരിക്കും, അതിനെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തെറിയൊക്കെ വന്നു ഓൾറെഡി. അതൊക്കെ കേട്ടിരിക്കുക. അജുവിന്റെ പണിയാ ഇത് പറഞ്ഞത് അജുവാണ്. എങ്ങനെയെങ്കിലും നിനക്കൊരു പണി വരുവാന്നുള്ളതാണ് ഉദ്ദേശം. ഞാൻ അല്ലാതെ തന്നെ ചാരിറ്റി ചെയ്യണമെന്നുള്ള വിചാരിച്ചിരിക്കുമ്പോഴാണ് അജു കണ്ണിപ്പൊടിയിടാന്ന് പറയുന്നത്. കണ്ണിപ്പൊടിയിടാന്ന് പറഞ്ഞത്. എന്തായാലും ഇന്നലത്തെ ആ പ്രസംഗങ്ങള് ഇന്നെടുത്ത് നോക്കിയാലും കുറെ സാധനങ്ങള് വൈറലായി കിടപ്പുണ്ട്. ഇന്നലെ ഒരു പൂജയ്ക്ക് ഏറ്റവും ഹൈപ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷെ നവ്യ നായരുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് വേറെ വൈറലായ. CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സാരി എടുത്ത്, അതെന്റെ ഒരു ആഗ്രഹം, സത്യസന്ധമായിട്ട് ആഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് നബിയോട് പ്രണയമില്ല. ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും CM ആവാൻ പോണില്ല. പിന്നെ എന്തിനാണ് ഇതിനെ കുറിച്ചൊരു ചർച്ച? ഇത് ചിലപ്പോ അങ്ങനെയാണ്. നീ സാരി എടുത്തോ. എനിക്കിപ്പോ നമ്പി തന്നെ സാരി എടുത്ത് വരണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഐശ്വര്യ വരട്ടെ സാരി എടുത്ത്. അതിനെന്തുകൊണ്ട് നിങ്ങൾ അതുമായി കണക്ട് ചെയ്യുന്നു എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്റെ സുഹൃത്തുക്കൾ, സ്ത്രീ സുഹൃത്തുക്കൾ എല്ലാരും സാരി എടുത്ത് വരട്ടെ, ഒരു സന്തോഷം. പക്ഷെ ഞാനിപ്പോ CM ആവാൻ പോണില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യത്തിൽ നമുക്ക് എന്തും എവിടെയും ചേഞ്ച് ഒരുപാട് നിനക്ക് തെറി കിട്ടാതിരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്കൊന്നും ഇല്ലെന്ന് തോന്നല്ലേ? അടുത്തൊന്നും ധ്യാൻ ചേട്ടാ സ്ത്രീകളെ മാത്രം ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. നീയും കൂടെ വാ. സാരി എടുത്താണോ? ഇല്ല, ഇവൻ സാരി എടുത്തല്ല വരിക, അവൻ ഷർട്ടൊക്കെ ഇടാതെ വരിക. അവന്റെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് ഫോട്ടോസ്. അവന്റെ ഫോട്ടോസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷർട്ട് ഉണ്ടാവില്ല, മിക്ക ഷർട്ട് ഇടാറില്ല. പിന്നെ ഇപ്പൊ എന്താ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അവന്. എത്ര രൂപ? 299 രൂപ. അത് ഞാൻ സബ്സ്ക്രൈബറാ. ഫേക്ക് അക്കൗണ്ടിൽ കൂടെ സബ്സ്ക്രൈബറാ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല രീതിയിൽ ഞാൻ അവനോട് വന്നോടെ ഇറങ്ങിയ ഉടനെ പറഞ്ഞത്, നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ അവൻ്റെ ബോഡി. വളരെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളത് കണ്ടുപോകും ആരാണെങ്കിലും. 299 രൂപ പൈസയില്ല. പക്ഷെ എനിക്കൊരു അക്കൗണ്ട് ചെയ്താൽ മനസ്സിലായി, എല്ലാം ഫേക്ക് അക്കൗണ്ടുകൾ. ആര്? അപ്പൊ 299 രൂപ മാസം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ നേക്കഡ് വയർ ബോഡി കാണാം.
നേക്കഡ് എന്ന് വെച്ചാൽ തെളിച്ചു പറയാം. അത് എത്രയോ നായകന്മാര് ഫോട്ടോ അല്ലേ 6 പാക്കും കാണിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്ന ഇൻസ്റ്റാഗ്രാമിൽ. അത് അവനൊരു സബ്സ്ക്രിപ്ഷൻ വെച്ചിരുന്ന് 99 രൂപയ്ക്ക് വിൽക്കും. ഞങ്ങളുടെ പാട്ടിലൊക്കെ ഉണ്ട്, പാട്ടിലൊക്കെ ഷർട്ട് ഇല്ല. മലയാളത്തിലെ അല്ല, നല്ല ശരീരം ഉണ്ടെങ്കിൽ അത് ഫ്ലോണ്ട് ചെയ്യുന്നതിന് അതൊരു യാതൊരു തെറ്റുമില്ല. അത് കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയി നമുക്കും ഇതുപോലെ ആവണം എന്ന് തോന്നുന്നതിന് തെറ്റില്ലല്ലോ. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അല്ല പക്ഷെ അതിന് 299 രൂപ കൊടുക്കണം. ഞാനിപ്പോ കണ്ട് ഞാൻ അവനോട് വന്ന ഉടനെ അതിനെ കുറിച്ചല്ലേ പറഞ്ഞു. അതെയോ? അതൊരു ഇൻസ്പിറേഷൻ അല്ലേ നമുക്കൊക്കെ. രാത്രി അതെന്താ രാത്രി കാലങ്ങളിൽ ഇൻസ്പയർഡ് ആവാൻ പാടില്ല. സമയമില്ലല്ലോ, അതുകൊണ്ട് രാത്രിയും രാവിലെയും ഒക്കെ കാണും. ഇവനോടുള്ള ഇഷ്ടമാണോ? അവനോടുള്ള ഇഷ്ടമുണ്ട്. അവൻ എന്നോട് പറഞ്ഞിരുന്നു അതിന് പോകുന്നതിന് മുന്നേ അവൻ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി തിരിച്ചു വരാൻ പോവാണ്. അപ്പൊ അതൊരു വലിയ കാര്യമല്ല. അവൻ പറഞ്ഞത് അവൻ ചെയ്തു. അതിന് പക്ഷെ 299 വിൽക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ. പക്ഷെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ കാര്യമല്ലേ. പിന്നെ നല്ല വരുമാനം ഉണ്ടല്ലേ. 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാസം 40,000 രൂപയോളം കിട്ടും. 40,000 കിട്ടും. ഈ ബോഡി കാണിച്ചാൽ കിട്ടുമോ? 40,000 രൂപ ഈ ബോഡി നമ്മുടെയൊക്കെ കാണിച്ചാൽ കിട്ടുമോ? അതെ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അതിലൂടെ ഒരു വരുമാനം കൂടെ ഉണ്ടാകുന്നില്ല, റവന്യൂ കൂടെ ജനറേറ്റ് ചെയ്യുന്ന വലിയ കാര്യമല്ലേ. പിന്നെ 299 ഞാനും നന്നാക്കാം. ശരി, ഗൂഗിൾ പേ ചെയ്താൽ ഞാൻ ഡയറക്റ്റ് അയച്ചു തരാം. വാട്സാപ്പിൽ അയച്ച രാത്രി കണ്ടോ? രാത്രി കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് സമയം നോക്കി കാണാം, നമ്മുടെ ടൈം അനുസരിച്ച്. അപ്പൊ ഇന്നെന്തായാലും നമ്മൾ അതിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന പടങ്ങൾ നോക്കണം. ഒരേ പടങ്ങൾ ഇട്ടിട്ട് ഇവിടെ അനുഭവിച്ച അനുഭവം എന്താണെന്ന് അറിയാവോ? നമ്മുടെ പാവക്കുട്ടി കമന്റുകളൊക്കെ വന്നിട്ട് കരഞ്ഞോണ്ട് പോകേണ്ട ഇത് വന്നിട്ട് നോക്കണം. ഒത്തിരി അതറിഞ്ഞില്ലേ? പാവം കഴിഞ്ഞ ഇന്റർവ്യൂല് കരയിപ്പിച്ചല്ല. ഇതാ നീ ചോദിച്ചു നോക്ക്, നിനക്ക് തന്നെ എന്റെ ഒരു അവസ്ഥ മനസ്സിലാവും. അതെന്തായിരുന്നു ഒന്ന് പറഞ്ഞു കൊടുത്തേ. അന്ന് കോൺട്രവേഴ്സി വന്നത് പറഞ്ഞില്ലേ, സ്കേർട്ട് ഇട്ടിട്ട് ഇന്റർവ്യൂല് കാല് കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞു പെട്ടെന്ന്. ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞില്ലേ? അപ്പൊ എല്ലാരും വന്ന് ചീത്തക്ക് വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ അതിലേക്കാണ് പിന്നെ ചീത്തവിളിയില്ലല്ലോ. എക്സ്ക്ലൂസീവ് ആയിട്ട് അതൊക്കെ അല്ല, ഇത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അയ്യോ, അതൊരു ഫ്രോക്ക് ആയിരുന്നു, ഇത്ര കാലം കാണത്തുള്ളൂ. അതല്ല, അതിന്റെ ഒരു കറക്റ്റ് മറുപടി തന്നല്ലോ. അല്ല, അങ്ങനെ അതൊന്നും വസ്ത്രധാരണ ഒക്കെ ഒരാളുടെ സ്വാതന്ത്ര്യം. അതൊന്നും നമ്മൾ യാതൊരു പറഞ്ഞു. പക്ഷെ നെവർ ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർ എന്ന് പറയുന്നത് ജഡ്ജ് ചെയ്ത് അതിനല്ല. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ബേസിക്കലി ഉള്ള പ്രശ്നം, നമ്മൾ ഇവിടെ ഇടുന്ന വസ്ത്രം ഇങ്ങനെ ഇടാൻ പാടുള്ളൂ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതൊന്നും ഇവിടുത്തെ കുറെ സെറ്റ് ഓഫ് ആൾക്കാരുടെ കുറെ ധാരണകളുണ്ട്. അതും ഇതും നമ്മൾ ഈ പറഞ്ഞ പഴഞ്ചൊല്ലും തമ്മിൽ ഡ്രസ് അനുസരിച്ച് മോശമാണെന്ന് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. മോശമാണെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് പറയാൻ നെവർ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അപ്പൊ കറക്റ്റ് അല്ലേ? അപ്പൊ പഴഞ്ചൊല്ല് ഓക്കേ ആയോ? മോശമാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഈ കോൺട്രവേഴ്സിനെ കുറിച്ച് വലിയ അറിയില്ല. 23-ലായിരുന്നു, 3 കൊല്ലം മുന്നേ. അതുകൊണ്ടാണോ ഫുൾ പാന്റ് ഇട്ട്? ഇനിയില്ല എന്ന് പറഞ്ഞു. അല്ല, അതിന് നീ എതിരാണെങ്കിൽ നീ അതുപോലുള്ള ഡ്രസ് ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര പ്രശ്നമായി. അപ്പൊ നമ്മൾ ആ പറയുന്ന ആൾക്കാരെ നമ്മൾ പേടിക്കുന്നല്ലേ അർത്ഥം. നമ്മൾ എന്തിനു ഭയക്കണം? വേണമെങ്കിൽ അവനിപ്പോ വേണ ഷർട്ട് പൂരാൻ റെഡിയാ, അവനെ ജഡ്ജ് ചെയ്യും ആൾക്കാർ. അല്ല, ഇപ്പൊ ഞാൻ കൊടുക്കണ 299 കൊടുത്തു. ഇപ്പൊ തന്നെ നമ്മളെ പ്രശ്നം എടുക്കും. ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ഇപ്പൊ തന്നെ ഷർട്ട് വരും. പാട്ടിലുണ്ട്, ഷർട്ടില്ലാണ്ട്. അതല്ലേ? അത് വേറെ പൈസ മേടിക്കണം പ്രൊഡ്യൂസറിന്റെ. നീ എഴുതി, നീ ഷർട്ട് ഇല്ലാതെ അനുഭവിച്ചു, നീ പ്രൊഡ്യൂസർ പൈസ തരണം. നീ അങ്ങനെ എഴുതി വെച്ചല്ലേ പ്രൊഡക്ഷൻ ടീം പറഞ്ഞ ഷർട്ട് വരുന്നത്. അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്. അല്ല, അന്ന് പക്ഷെ അവൻ അത്രയും ഫിറ്റ് ആയിരുന്നില്ലെങ്കിൽ പോലും അവൻ ധൈര്യത്തിൽ ഊരി. ഞാൻ അന്ന് ഫിറ്റ് അല്ല, ഞാൻ ഇച്ചിരി ചബ്ബിയായിരുന്നു ആ സമയത്ത്. അത് നമ്മളിപ്പോ പറഞ്ഞ ഷർട്ട് ഊരി ഞാൻ ഊരില്ല ഒരിക്കലും, പടത്തിലൊക്കെ ഊരാൻ പറഞ്ഞു. പക്ഷെ അവൻ അപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ഊരി.
ഇപ്പോഴേ ഊരി തുടങ്ങി. അവനൊരു സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രിയ മനസ്സിലാവും. അത് ഞാൻ അങ്ങനെ ചെയ്യല്ലോ. നമുക്കൊരു കഥാപാത്രം ഷർട്ടൂരാൻ പറഞ്ഞാൽ ഷർട്ടൂരിന് മുണ്ടുരാമനെ മുണ്ടുരാണ്. കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഒരു നടന് വേണ്ടത്. അത് മനസ്സിലാക്കണം. ലാലേട്ടൻ ചെയ്തിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താ ഞാൻ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം വന്നിട്ടില്ല. അങ്ങനെ പറയാം. അടുത്ത ഞാൻ എഴുതിക്കൊണ്ടുവരാം. ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എന്തായാലും ഞാൻ ഓരോ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചില സിനിമകൾ വിജയിക്കുന്നു, ചില സിനിമകൾ പരാജയപ്പെടുന്നു. പക്ഷെ വിജയത്തിന്റെ പട്ടികയിൽ ഈ വിവാഹം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കാരണം ഒത്തിരി ആളുടെ ആഗ്രഹങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങി ഈ ഓഗസ്റ്റിൽ റിലീസിന് ഒരുങ്ങിയാണ്. അത് സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമ കണ്ടതിന് ശേഷം നിന്റെ ആ 4 കാമുകിമാരെ തേടിയുള്ള ഒരു യാത്ര ഞാൻ തുടരുന്നതായിരിക്കും. ആ യാത്രയിൽ എന്നെ സഹായിക്കാൻ. അതിലൊരു കാമുകിക്ക് ആൺകുട്ടീനെ ഇഷ്ടമല്ല, അപ്പൊ അത് ശരിയാവില്ലല്ലോ. അതെയോ? പറഞ്ഞു ഓൾറെഡി കുറെ കഥ. ഇനിയിപ്പോ ഇന്റർവ്യൂ കണ്ടാ മതി. സിനിമ അതില് ആ യാത്രയിൽ ധ്യാനം എന്റെ കൂടെ ഉണ്ടാവും. ആ തേടിയുള്ള യാത്രയിൽ ഇവന്റെ കാമുകിമാരെ തേടി പോകാനുള്ള യാത്രയിൽ നീ എന്റെ കൂടെ വരണം. ഞാൻ മനസ്സിലായില്ലേ? വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയ്ക്ക് നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി ഞാൻ തീരുമാനിക്കാം. ഭാവിയിലെ അമ്മയുടെ പ്രസിഡന്റ് ആണ് ഇരിക്കുന്നത്. CM അമ്മയുടെ പ്രസിഡന്റ് ഭാവിയില് ബിഗ് ബോസ് അമ്മയുടെ പ്രസിഡന്റ് ആവുന്ന നീ തന്നെ അല്ല വലിയ വിരോധം മുഴക്കിയ. ഇന്നലെ അടുത്ത് രാജിയും വെച്ചല്ലോ. ഇപ്പൊ ഈ ചർച്ചയുടെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി അതിനുള്ളത് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. നിനക്ക് അമ്മയുടെ പ്രസിഡന്റ് എന്താ കുഴപ്പം? കൈയൊട്ടി പാസ്സാക്കി വിടാം. എല്ലാവർക്കും എത്ര പേരെ കൈ അടിക്കണം? കാരണം എനിക്ക് ഇപ്പോഴേ എന്നെ പ്രസിഡന്റ് ഇപ്പോഴേ എന്നെ വിലയില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് ഒരു പ്രസിഡന്റിനോട് പെരുമാറുന്ന രീതിയിലാണോ നിങ്ങൾ എന്നോട് ഇപ്പൊ ചോദിച്ചത്? കാരണം എനിക്ക് വില കിട്ടില്ല, അതാണ് പ്രശ്നം. ഇപ്പോഴേ നിങ്ങൾ എന്നെ എനിക്ക് വില തരുന്നില്ല. അല്ല, അജു പറഞ്ഞല്ലേ എനിക്ക് വാർത്തക്ക് പഞ്ഞുണ്ടാവില്ല. അജുവിനെ ആക്കാം. അല്ല, നിങ്ങളൊരു ആലോചന നടന്നല്ലോ. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ ഒരു അമ്മയിലൊരു ആലോചനകൾ എന്ന് പറയുന്നത് പലരും എന്താ ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ഇട്ട് തരണമായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ ഒരു ആലോചന നടത്തില്ല. നിങ്ങള് ഒരിക്കലും ഇല്ല. നിങ്ങൾ ഫോണിലൊക്കെ സംഭാഷണം നടത്തിയെന്ന് അജു എന്നോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. ഞാൻ ഇന്നേ വരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഞാൻ മെമ്പറായിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. ഞാൻ സിദ്ദിഖ് വന്ന സമയത്താണ് അവിടുത്തെ ആദ്യമായിട്ടൊരു പരിപാടിക്ക് പോകുന്നത്. അപ്പം എനിക്ക് വളരെ എന്താ പറയുക, എനിക്ക് അതിനകത്തുള്ള മെമ്പേഴ്സുമായിട്ട് പലരുമായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഭയങ്കര ഡീപ്പ് കണക്ഷൻ ഉണ്ട്. അച്ഛൻ ഓർഗനൈസേഷനായിട്ട് തന്നെ വളരെയധികം കണക്ഷൻ ഉണ്ട്. രണ്ട് വ്യത്യാസമുണ്ട്. ഒരു സംഘടനയിലോട് കണക്ഷൻ ഉണ്ടാവുന്നതും അത് മെമ്പേഴ്സിനോട് കണക്ഷൻ ഉണ്ടാകുന്ന രണ്ട് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്കൊക്കെ വിഷമം ഉണ്ടാവും. അപ്പോൾ പലരും പല സൊല്യൂഷൻ പറയും. അത് പല ഗ്രൂപ്പുകളിൽ പല അഭിപ്രായങ്ങൾ പറയും. അതിൽ എനിക്കറിയാവുന്ന എന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അജുവിനെ പോലത്തെ ചെറുപ്പക്കാരിൽ പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത്രേ ഉള്ളൂ, പ്രസിഡന്റ് ആകാൻ അത്രേ ഉള്ളൂ. അതെ, അതൊരു പറച്ചിൽ മാത്രമാണ്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അത് ഞാനിപ്പോൾ തീരുമാനിച്ചോണ്ട് അവിടെ പോയി പ്രസിഡന്റ് ആവാനൊന്നും പറ്റില്ല. അതായത് നമ്മുടെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഓൾറെഡി എലക്റ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, അവരുടെ ടേം കഴിഞ്ഞിട്ടില്ല. ആ ടേം കഴിഞ്ഞാൽ ഉള്ള കേസേ ഉള്ളൂ. അപ്പോൾ ആ ടേം എന്ന് പറയുന്നത് 3 years ടേം അല്ലേ? ആ 3 years ടേം കഴിയട്ടെ. കാരണം പല പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് ഇറങ്ങിപ്പോകുന്നതല്ലല്ലോ അതിൻ്റെ സൊല്യൂഷൻ. ഉള്ള പ്രശ്നങ്ങൾ അവിടെ നിന്നുകൊണ്ട് സോൾവ് ചെയ്തിട്ട് അതും ആ ടേം അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ ആലോചിക്കണ്ട. അപ്പോൾ ഈ ഭരണസമിതി തന്നെ തുടരുന്നതാണ് ഇഷ്ടം എന്ന് എൻ്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. കാരണം അൾട്ടിമേറ്റ്ലി ജനറൽ ബോഡിയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, അവർക്ക് ജനറൽ ബോഡിയിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരുടെയും തീരുമാനമാണ്. അത് മെജോറിറ്റി നോക്കിയിട്ടാണല്ലോ അത് ഡിസൈഡ് ചെയ്യുക. പക്ഷേ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടേം കൂടെ കാരണം അവർ ഒരിക്കലും ചില കാര്യങ്ങളിൽ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ രണ്ടാമത്. അതിൽ കൃത്യമായിട്ടുള്ള പെൻഷൻ കൊടുത്തിട്ടുണ്ടോ, ഈ മാസങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അവിടെ സഞ്ജീവനി കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതാണല്ലോ പ്രൈമറി ആയിട്ടുള്ള ആ സംഘടന നിൽക്കുന്നത്. അവിടുത്തെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ആ സംഘടന നിൽക്കുന്നത്. അതിലെന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയാം. ബാക്കിയുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്താണെങ്കിൽ അത് വേറെയാണ്.
അത് പുറത്ത് വെച്ച് അല്ലാതെ തന്നെ അതിനുള്ള പ്രശ്നങ്ങളും കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോഴും ജനറൽ ബോഡിയിലുള്ള ആൾക്കാർക്ക് താല്പര്യമില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കമ്മിറ്റി ചിലപ്പോൾ ഇറങ്ങി കൊടുക്കേണ്ടി വരുമായിരിക്കും. അതാണല്ലോ അവിടെ സംഭവിച്ചത് കഴിഞ്ഞതിന്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ പറയും, ഒരാൾ ശ്വേത ചേച്ചി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം, വരുത്തണം. ചരിത്രമാറ്റമാണ്. കാരണം ഒരു സ്ത്രീ അതിൻ്റെ തലപ്പത്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നൊരു സ്ത്രീയാണ്. അവർ ഇത്തരം ഈ 3 കാര്യങ്ങൾ അവർ കോട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ബാക്കി ഉണ്ടായിട്ടുള്ള എക്സ്റ്റേണലായിട്ട് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ കമ്മിറ്റിക്ക് അകത്തുള്ള മെമ്പേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അത് കയ്യിൽ നിന്ന് പോയി കേസായി പ്രശ്നങ്ങളായി. അത് അവർ തന്നെ ഡീൽ ചെയ്യട്ടെ. അല്ലാത്ത പക്ഷം ഇത്തരം കാര്യങ്ങൾ കോട്ടം തട്ടിയിട്ടില്ലെങ്കിൽ അവർ ഇപ്പോഴും അതിനുവേണ്ടി സംഘടനയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവർ തുടർന്ന് പോകണം. അതിനുശേഷം ഈ 3 വർഷത്തിന് ശേഷം പുതിയൊരു ഇത് വരിക എന്നുള്ളതാണ്. കാരണം അവരെ ജയിപ്പിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പം അവർക്കെതിരെ പറയണത്. പക്ഷേ സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ്ലി ജനറൽ ബോഡി എന്താണോ തീരുമാനിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഇത്. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറയും, ചേച്ചി ഈ ടേം കംപ്ലീറ്റ് ചെയ്യണം. ബിക്കോസ് ചേച്ചി ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യണം എന്ന് ജെന്യുവൻലി ആഗ്രഹിച്ച് വന്ന ഒരാളായതുകൊണ്ട് ബാക്കി അതിനകത്ത് നടന്ന പ്രശ്നങ്ങൾ അതിപ്പോൾ പുറമെ കേസായി നിൽക്കുകയാണ്. അത് പുറമെ തന്നെ അത് പുറത്ത് തന്നെ നടന്ന് സോൾവ് ചെയ്യട്ടെ. ഇതാണ് കൃത്യ നിലപാടാണ് പറഞ്ഞത്. ആ നിലപാടും കൂടെ ഒന്ന് വേണമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ച അവസാനിച്ച ഐശ്വര്യമാണെങ്കിൽ കൈയും കാലും കാണിച്ച ഐശ്വര്യ നിർത്തുവാണ്. പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, ആ നിലപാടിലായി പോവുക. എന്തെങ്കിലും CM ആവോ അമ്മയുടെ പ്രസിഡന്റാവോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കാണാം ആ സീറ്റിൽ വെച്ച്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. 299 രൂപ എന്ന് തന്നെ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ പേഴ്സണലായിട്ട് അയച്ചു. ഞാൻ കേട്ടോ, മറന്നുപോലെ. അപ്പം സിനിമ സൂപ്പർ ആകട്ടെ. ഈ സിനിമയുടെ ഒപ്പം യാത്ര നമ്മളും ഉണ്ടാവും. താങ്ക് യു.